എറണാകുളം കടവന്ത്ര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 159/2015 പ്രകാരം പ്രതികൾക്കെതിരെ തയ്യാറാക്കിയ ചാർജ് ഷീറ്റ് ഇങ്ങനെ. ആറാം പ്രതിയായ നൈജീരിയക്കാരൻ 30/1/2015 10 ഗ്രാം കൊക്കൈൻ, 1ഉം 2ഉം പ്രതികളായ രേഷ്മ രംഗസ്വാമി, ബ്ലസ്സി സിൽവസ്റ്റർ എന്നിവർക്ക് 7ഉം 8ഉം പ്രതികളായ പൃഥ്വിരാജ്, ജസ്ബീർ സിംഗ് എന്നിവർ മുഖേന വിൽക്കുന്നു. 31/1/2015 രാത്രി 11:30 ശേഷം 1 മുതൽ 5 വരെ പ്രതികൾ എറണാകുളം സ്കൈലൈൻ ടോപ്പാസ് ഫ്ലാറ്റ് നമ്പർ 13F വെച്ച് ഒരു സ്മോക്ക് പാർട്ടി നടത്തുന്നു. 31/1/2015 രാത്രി 11:30 രഹസ്യ വിവരം കിട്ടിയതനുസരിച്ച് പോലീസ് പാർട്ടി ഫ്ലാറ്റ് റെയ്ഡ് ചെയ്യുന്നു. 1 മുതൽ 5 വരെ പ്രതികൾ ഡൈനിങ് ടേബിളിന്റെ ചുറ്റുമിരുന്ന് കൊക്കൈൻ ഉപയോഗിക്കുന്നതായി കണ്ടുപിടിക്കുന്നു. 1-ാം പ്രതി ധരിച്ചിരുന്ന ജീൻസിന്റെ പോക്കറ്റുകളിൽ നിന്നും 10 പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന 7 ഗ്രാം കൊക്കൈൻ കണ്ടെത്തുകയും 1 മുതൽ 5 വരെ പ്രതികൾ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് അണ്ടർ സെക്ഷൻ 21A, 27A, 29 എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് മറ്റ് നടപടികളിലേക്ക് കടക്കുന്നു. മയക്കുമരുന്ന് കേസുകളിലെ പ്രത്യേകത അത് കണ്ടെടുക്കുന്ന സമയം തന്നെ പോലീസിന്റെ ഭാഗത്തുള്ള നടപടിക്രമങ്ങൾ മുഴുവനും തെറ്റുകൂടാതെ പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ നടപടിക്രമം നിയമത്തിൽ വ്യക്തമായി എഴുതി വച്ചിട്ടുമുണ്ട്. പ്ലേസ് ഓഫ് ഒക്കറൻസ്, പ്രതികളുടെ ദേഹപരിശോധന, മയക്കുമരുന്ന് കണ്ടെടുക്കൽ, കണ്ടെടുത്ത മയക്കുമരുന്നിൻ്റെ തരംതിരിക്കൽ അഥവാ സാമ്പിളിംഗ്, ഇതൊക്കെ വളരെ കൃത്യമായി പൂർണ്ണതയോടെ പോലീസ് രേഖപ്പെടുത്തേണ്ടതാണ്. പിടിക്കപ്പെടുന്ന സമയത്ത് കുറ്റക്കാരായിട്ട് സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ ദേഹപരിശോധന ഗസറ്റഡ് റാങ്കിലുള്ള ഒരു പോലീസ് ഓഫീസർ തന്നെ നടത്തണമെന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. ഈ കേസിൽ ഒരു വനിതാ സിവിൽ പോലീസ് ഓഫീസറാണ് ആ നടപടി കൈകാര്യം ചെയ്തത്. NDPS കേസുകളിൽ ദേഹപരിശോധനയ്ക്ക് നിയമത്തിൽ തന്നെ നടപടിക്രമം അനുശാസിക്കുമ്പോൾ അത് മാനിക്കപ്പെടണം. ഈ കേസിൽ ഗുരുതരമായ നിയമവീഴ്ച സംഭവിച്ചിരിക്കുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. പോലീസ് പ്രതികളുടെ രക്തപരിശോധന നടത്തിയിരുന്നു. എന്നാൽ കെമിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ടിൽ രക്തത്തിൽ കൊക്കൈൻ്റെ അംശം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് തയ്യാറാക്കിയ സീൻ മഹസറിൽ ഡൈനിങ് ടേബിളില്ല, കസേരയില്ല, ആശ്രയമില്ല. നിയമത്തിൽ ആവശ്യപ്പെടും പോലെ മയക്കുമരുന്ന് പിടിച്ചെടുത്താൽ ഇൻവെന്ററി തയ്യാറാക്കി മജിസ്ട്രേറ്റ് സർട്ടിഫൈ ചെയ്യണം. അതും ചെയ്തിട്ടില്ല. അങ്ങനെ സീഷർ, സാമ്പിളിംഗ്, ഡിസ്പോസൽ എന്നീ നടപടിക്രമങ്ങൾ ഒന്നും നിയമത്തിൽ പറയുന്ന രീതിയിൽ ചെയ്യാത്തത് കാരണം പിടിച്ചെടുത്ത സംഗതി കൊക്കൈൻ തന്നെയാണോ എന്നുപോലും സംശയം ജനിപ്പിച്ചു. മേൽ പ്രസ്താവിച്ച കാരണങ്ങളാൽ പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കണ്ട് പ്രതികളെ നിരുപാധികം കുറ്റവിമുക്തരാക്കി.